കൊറോണയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ മനസ്സിലേക്ക് വന്നാണ് ബി റോൾ വീഡിയോ ചെയ്യുക. നല്ലൊരു ഐഡിയ അല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം എന്താ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും, പുറത്തൊന്നും പോകണ്ടല്ലോ. അപ്പം ലെറ്റ്സ് ഗോ ദ വീഡിയോ. അപ്പോൾ ബി റോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു 4 ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. 4 ടിപ്സേ ഉള്ളൂ. ആ 4 ടിപ്സ് ഫോളോ ചെയ്യണം, നമുക്കൊരു അടിപൊളി ബി റോൾ വീഡിയോ കിട്ടുന്നതാണ്. നമുക്ക് ടിപ്സ് എന്താ നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെറ്റ് ദ ലൈറ്റ് ആൻഡ് ഫോക്കസ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ഒബ്ജക്റ്റ് ആണോ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്ത ശേഷം ഡിസ്പ്ലേ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു മുകളിലേക്കും താഴേക്കും ഒരു ആരോ മാർക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ആവും നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൈറ്റും ഫോക്കസും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടിപ്പ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ കൂട്ടം ഫ്ലവേഴ്സ് ചെടികൾ ഒക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് ഭയങ്കര നമുക്ക് അരോചകമായിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. നമ്മൾ കണ്ടോ ഇത്ര ക്ലോസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിലേക്ക് ക്ലോസ് ആയിട്ട് പിടിച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ബി റോൾ വീഡിയോ നമുക്ക് സെറ്റ് ആവുന്നതാണ്. കണ്ടോ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിനെ ഏറ്റവും ക്ലോസ് ആയിട്ട് വെച്ച് ബി റോൾ എടുക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ആ ദൂരെ കണ്ടു നിന്ന് എത്ര മനോഹരമാണ് ഈ ദൃശ്യം, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ബി റോൾ വീഡിയോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ ക്ലോസ് ഷോട്ടിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. അതാണ് ബി റോൾ വീഡിയോ ഏറ്റവും കൂടുതൽ നന്നാകാനുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ കണ്ടില്ല നമ്മൾ ബി റോൾ വീഡിയോ. ഇത് നമ്മൾ ലോങ്ങിൽ നിന്ന് കാണുകയാണെങ്കിൽ എത്രമാത്രം വൃത്തിയോടാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഷോട്ടിൽ നിന്ന് തന്നെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാമറ സ്റ്റഡി ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറ എപ്പോഴും സ്റ്റഡി ആയിട്ടിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. നല്ലൊരു ഷോട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറ എപ്പോഴും സ്റ്റഡി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഫോളോ ചെയ്ത് ഫൈനലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എഡിറ്റിംഗ്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്ററാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം കൈൻമാസ്റ്റർ നമ്മൾ ഒത്തിരി ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഞാനിതിനെ ഇവിടെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് വീഡിയോ ട്രിം ചെയ്യാനാണ്. കണ്ടില്ലേ? ജസ്റ്റ് നമ്മളവിടെ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് വീഡിയോ ആയാലും മ്യൂസിക് ആയാലും നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൈൻമാസ്റ്റർ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ട്രിം ചെയ്യാനും മ്യൂസിക് ആഡ് ചെയ്യാനും മാത്രമാണ്. കണ്ടില്ലേ? സോ ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ട ഈ 4 സ്റ്റെപ്പും ഫോളോ ചെയ്തുകൊണ്ട് ഞാനൊരു ബി റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബി റോൾ കാണാം. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. സോ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.